നമസ്കാരം. ലഹരിയില്ലാത്ത മദ്യം ഇപ്പം വരും എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് ലഹരിയില്ലാത്ത മദ്യമൊന്നും വേണ്ട. ഞങ്ങൾ കുടിയന്മാരാണെങ്കിൽ ഞങ്ങൾ കുടിക്കും എങ്കിൽ ഞങ്ങൾക്ക് ഇത്തിരി ലഹരിയുള്ള മദ്യം മതി. ഈ ലഹരിയില്ലാത്ത മദ്യം മാറ്റി നമ്മൾ കുടിക്കുന്നതിനേക്കാളും വല്ല പാലോ മുട്ടയോ ഇറച്ചിയോ വാങ്ങിച്ച് തിന്നാ പോരെ സാറേ. ഞങ്ങളെ കുടിയന്മാരെ കയ്യിൽ നിന്ന് പൈസ പിടുങ്ങി അങ്ങനെ വാങ്ങിക്കാൻ നിങ്ങൾ നോക്കരുത്. ഞങ്ങൾ മദ്യം വാങ്ങിക്കും, ഞങ്ങൾ കുടിക്കും എന്ന് നിങ്ങൾക്കറിയാം. എങ്കിലും നിങ്ങൾ നല്ല മദ്യം ഞങ്ങൾക്ക് തരും സാറേ. ഈ ലഹരിയില്ലാത്ത മദ്യം മാറ്റി ഞങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഫിറ്റാവില്ല. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യും? വീണ്ടും വീണ്ടും ഞങ്ങൾ പൈസയൊക്കെ എവിടെന്നെങ്കിലും കടം വാങ്ങി വന്ന് വീണ്ടും വീണ്ടും ആ ലഹരിയില്ലാത്ത മദ്യം വാങ്ങിച്ച് കുടിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് മദ്യം തരുന്നു എങ്കിൽ നിങ്ങൾ നല്ല മദ്യം തരി. അല്ലെങ്കിൽ ഈ മദ്യം അങ്ങ് നിർത്തി എന്തെങ്കിലും ഒന്ന് ചെയ്യും. കാര്യം ഈ മദ്യം എന്ന് പറയുന്നത് മദ്യം വിദ്വാന് ഭൂഷണം എന്നാണ് പറയുന്നത്. എന്ന് വിചാരിച്ച് മദ്യം കഴിച്ചു എന്ന് വിചാരിച്ച് എല്ലാ മദ്യം കഴിക്കുന്ന ആൾക്കാരും മോശക്കാരാണെന്ന് ആരും പറയരുത്. ഞങ്ങളൊക്കെ കൂലിപ്പണിയും ചെയ്ത് എന്തെങ്കിലും ജോലിയും ചെയ്തിട്ട് ഞങ്ങൾ വീട്ടിൽ വരുമ്പോൾ ഞങ്ങൾ അവിടെ എവിടെയെങ്കിലും ഇറങ്ങി ബെവറേജിൽ ഇറങ്ങി ഒരു പൈൻറ്റോ ഒരു ക്വാർട്ടറോ എടുത്ത് വീട്ടിൽ കൊണ്ടുവരും. അത് ഞങ്ങൾ വീട്ടിൽ ഇരുന്ന് കുടിച്ചിട്ട് ഞങ്ങൾ വീട്ടിലൊന്നും ഒരു പ്രശ്നവും കാണിക്കില്ല, നാട്ടുകാരെ ഒന്നും പറയാതെയാണ് ഞങ്ങൾ വീട്ടിൽ ഇരിക്കുന്നത്. അപ്പം ഞങ്ങൾ മര്യാദയ്ക്ക് വന്നിട്ട് മദ്യം വാങ്ങി വീട്ടിൽ വെച്ച് കഴിക്കുമ്പോൾ ഞങ്ങൾക്ക് നല്ല മദ്യമല്ലേ സാറേ തരേണ്ടത്? നിങ്ങൾ ഈ ലഹരി ഇല്ലാത്ത മദ്യം തന്ന് ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടി നോക്കരുത്. ഞങ്ങളെ കയ്യിലുള്ള പൈസ മുഴുവനും നിങ്ങൾ പിടുങ്ങിയെടുക്കരുത്. നിങ്ങൾ മറ്റുള്ള ചെലവിന് വേണ്ടിയെല്ലാം പാവങ്ങളായ ഞങ്ങളെ കുടിയന്മാരെ കാശാണ് ഇവിടെ നിങ്ങളെല്ലാം ഒപ്പിക്കുന്നത്. നിങ്ങളെ ഏത് ഗവൺമെന്റ് ഇവിടെ വന്നാലും കുടിയന്മാരെ കാശാണ് നിങ്ങളിവിടെ എല്ലാത്തിനും ഒപ്പിച്ച് ചെലവാക്കുന്നത്. അപ്പൊ കുടിയന്മാർ മദ്യം കഴിച്ചില്ലെങ്കിൽ ആ വരുമാനമൊന്നും നിങ്ങൾക്ക് കിട്ടൂല. അതുകൊണ്ട് കുടിയന്മാർക്ക് നിങ്ങൾ തരുന്നു എന്നുണ്ടെങ്കിൽ നല്ല മദ്യം തരും. ഒന്നാമത് ഇപ്പൊ ഒന്നും സൗജന്യമൊന്നുമില്ല, എല്ലാം പെണ്ണുങ്ങൾക്ക് മാത്രമാണ്. അപ്പം ഈ ആണുങ്ങളെ ഇട്ട് പുഴിയുന്നതിന് ഒരു കണക്കൊക്കെ വേണം കേട്ടോ. എന്തിനും യാതിനും മദ്യത്തിന്റെ വരുമാനം മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പം നിങ്ങളൊക്കെ ഞങ്ങൾ കുടിയന്മാരാണെന്ന് അറിഞ്ഞുകൊണ്ട് കൂടുതൽ ഞങ്ങളെ ഇട്ട് പുഴിയരുത് സാറേ. സാറേ, ഞങ്ങളെ കയ്യിൽ പൈസ ഇല്ല സാറേ. ഈ കുറഞ്ഞ മദ്യം ഞങ്ങൾ വാങ്ങി കഴിച്ചു കഴിഞ്ഞാലേ ഞങ്ങളെ കയ്യിൽ 10 പൈസ പിന്നെ ഇല്ല സാറേ. കടം വാങ്ങി വന്ന് വാങ്ങിച്ച് കുടിക്കേണ്ടി വരും. ഒരു മദ്യപാനി എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. മദ്യം കഴിക്കുന്നത് വിദ്വാന് ഭൂഷണമാണ്. ഞങ്ങൾ മദ്യം കഴിച്ചെന്നും പറഞ്ഞ് ആരെടുത്തും വന്ന് ഒന്നും പറയാൻ വരുന്നില്ല. വീട്ടുകാർക്കോ നാട്ടുകാർക്കോ ഒരു ശല്യവും ഇല്ല. ജോലി ചെയ്ത് കിട്ടുന്ന കാശിൽ നിന്ന് വീട്ടിൽ കൊടുത്തിട്ട് ബാക്കി വരുന്ന കാശിനാണ് ഞങ്ങൾ മദ്യം വാങ്ങിക്കുന്നത്. ഒരു പൈന്റ് വാങ്ങിച്ചുകൊണ്ട് ഒന്ന് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ 2-3 ദിവസം കൊണ്ടാണ് കഴിക്കുന്നത്. അപ്പം ഞങ്ങളെ വീട്ടിലൊന്നും ഒരു പ്രശ്നവുമില്ല. പ്രശ്നമുള്ള ആൾക്കാരുണ്ട്, അവരെയൊക്കെ പേരിന് നടപടിയെടുക്കണം. കാരണം മദ്യപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് തോന്നിവാസവും കാണിക്കുന്നവരുണ്ട് സാറേ. അവരെയൊക്കെ പേരിന് നടപടിയെടുക്കും, അവരെയൊക്കെ ശിക്ഷിക്കും. അല്ലാതെ ഈ പാവങ്ങളായ ഞങ്ങള് 2 എണ്ണം വാങ്ങിച്ച് അടിക്കുന്ന ഞങ്ങളെ ഒന്ന് പുഴിഞ്ഞ് നിങ്ങളിങ്ങനെ എടുത്ത് മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കാൻ നോക്കരുത് കേട്ടോ സാറേ. അതുകൊണ്ട് എന്റെ പൊന്ന് സാറേ, ഞങ്ങൾക്ക് വീര്യം കുറഞ്ഞ മദ്യമൊന്നും വേണ്ട. ഞങ്ങൾക്ക് തരുന്നെങ്കിൽ നല്ല മദ്യം തന്നെ തരണം കേട്ടോ സാറേ. അപ്പോ സാറേ, നമസ്കാരം.